ഏതു വിധേനയും പ്രീണനം നടത്തിക്കൊണ്ട് ഞാൻ ഇരാറ്റുപേട്ടയിൽ നിന്നാണ് വരുന്നത്. ഈ കോട്ടയംകാരായതുകൊണ്ട് കൃത്യമായിട്ട് അറിയാം. 98% മുസ്ലിം സഹോദരങ്ങൾ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് ഇരാറ്റുപേട്ട. എന്റെ സുഹൃത്തുക്കളെല്ലാം മുസ്ലിങ്ങളാണ്. എന്റെ ഡ്രൈവർ മുസ്ലിമാണ്. അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരാറ്റുപേട്ടയിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷി എന്ന് വെച്ചാൽ അന്നും ജനപക്ഷമായിരുന്നു, ഏറ്റവും ശക്തിയുള്ള രാഷ്ട്രീയ പാർട്ടി. പക്ഷേ എന്റെ പാർട്ടിയിലുള്ളവർ പോലും എനിക്ക് വോട്ട് ചെയ്തില്ല. എന്താ, ഇലക്ഷന് 2 ദിവസം മുമ്പ് SDPI എന്ന് പറയുന്ന തീവ്രവാദ സംഘടന നടത്തിയ ഒരു സർവേ മുസ്ലിം വിരുദ്ധനായ PC ജോർജിന് എതിരെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ആരാണ്? അപ്പോ LDF സ്ഥാനാർത്ഥിയാണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 28,000 വോട്ട് ഒരുമിച്ച് PC ജോർജിനെതിരായി ആ സ്ഥാനാർത്ഥിക്ക് കൊടുത്തു. PC ജോർജ് 12,000 വോട്ട് തോറ്റു. ഈ പ്രവണത തന്നെയാണ് പാലക്കാട് ആവർത്തിച്ചത്. 44,000 മുസ്ലിം വോട്ടുകളുണ്ട് പാലക്കാട്ട്. 38,000 വോട്ട് പോൾ ചെയ്തു. വിദേശത്ത് നിന്ന് ഉൾപ്പെടെ ആളുകൾ വന്നു. ആ 38,000 ഓരോത്ത് ചെയ്തു. പോയിട്ട് 10-20,000 വോട്ട് പോലും കിട്ടിയിട്ടില്ല ജയിച്ച സ്ഥാനാർത്ഥിക്ക്. അപ്പൊ അവിടെ നമ്മളെ പ്രതിരോധിക്കുവാൻ ഹിന്ദു മൂവ്മെന്റ്, BJP എന്ന് ഞാൻ പറയുന്നില്ല, ഒരു ഹൈന്ദവ മൂവ്മെന്റിനെ പ്രതിരോധിക്കുവാൻ ഇവർ രണ്ടും ഒന്നാണ് എന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല. പച്ചയ്ക്ക് പറഞ്ഞാൽ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഇതുവരെ നേരം വെളുത്തിട്ടില്ല എന്ന് പറയേണ്ടി വരും. അത് ആ ബോധ്യത്തിലേക്ക് നമ്മൾ ഉടനെ എത്തിയില്ലെങ്കിൽ പിന്നെ ആ ബോധ്യത്തിൽ എത്തുമ്പോ കാൽച്ചോട്ടിൽ മണ്ണുണ്ടാകില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കും. വളരെ മോശമായ ഒരു സാഹചര്യത്തിലേക്ക്, വളരെ മോശമായ ഒരു വർഗീയ ധ്രുവീകരണത്തിലേക്ക് കേരളം നടന്നെടുക്കുന്നു. അതിനുള്ള ഒന്നാം തരം ചൂണ്ടുവലയാണ് നമുക്ക് മുനമ്പത്ത് കിട്ടിയത്. ഈ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഇവർ പാസാക്കിയ നിയമം.